അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ശരിക്കും ഷെജിലിന് വല്ലാത്ത സങ്കടമായി. അതെ, അയാളുടെ കൂടെ അവൾ പോയിട്ടുണ്ട് ആ സീനത്ത്. അവൾക്കൊരു നല്ല ഭാവി കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാനൊക്കെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. പക്ഷേ റബ്ബേ, എന്തൊരു പാവം ആ ഉസ്താദ്. ഒരു തെറ്റും അവർക്ക് ചെയ്യാൻ തോന്നാതിരിക്കട്ടെ അല്ലാ. ഷെജിൽ മനമുരുകി പ്രാർത്ഥിച്ചു. ഒരു പക്ഷേ ആ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് ഉസ്താദിന് അയച്ചു കൊടുക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കും. ഒരിക്കൽ പോലും ഞാനത് ആഗ്രഹിക്കുന്നില്ല. അവളെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. സീനത്തെ, നീ ചതിയിൽ പെട്ടുപോകരുത്. അപകടമാണ്. നിനക്കത് ഇപ്പോൾ നല്ല ഹാപ്പി ആയിരിക്കും, രസമായിരിക്കും. പക്ഷേ നാളെ നിൻ്റെ ജീവിതം ആകെ അലങ്കോലമാകുന്ന അവസ്ഥയായിരിക്കും. ദയവായി നീ അതിൽ നിന്ന് പിന്മാറണം. അതിനുവേണ്ടി അവൻ കാത്തിരിക്കുന്നു. എങ്ങനെയെങ്കിലും അത് പറയണം റബ്ബേ. പക്ഷേ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൈക്കുമായി അവനും പിന്തുടർന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അവരെ കാണാനേ ഇല്ല. ഒരു നിമിഷം അവൻ, പഠിച്ചോനെ, അവർ എങ്ങോട്ടാണ് പോയത്? ഞാൻ കണ്ടില്ല. അത്രയ്ക്കും സ്പീഡിലായിരുന്നു അവർ പോയിരുന്നത്. ഹോ അല്ലാ, എനിക്കറിയില്ല എന്ത് ചെയ്യണം. തിരിച്ചു പോകണോ? അല്ലെങ്കിലും ഞാനായിട്ട് എന്തിനാ അവരുടെ പിന്നാലെ പോകുന്നത്? അവരുടെ പിന്നാലെ ഒരു പക്ഷേ എന്നാലും തെറ്റിലേക്ക് പോകുന്നത് മുടക്കണം. ഒരിക്കൽ പോലും അങ്ങനെ റബ്ബേ, എനിക്കത് മുടക്കാനൊന്നും അർഹതയില്ല. പക്ഷേ എങ്കിലും അത് വല്ലാത്തൊരു വിഷമമാകണം എനിക്ക്. അറിയുന്നില്ല, എനിക്ക് എന്തൊക്കെയോ ആകണം എൻ്റെ മനസ്സിൽ. അല്പസമയം അവൻ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവരുടെ ബൈക്ക് തിരികെ വരുന്നതും കണ്ടു. റബ്ബേ, ഇത്ര ഞാൻ തെറ്റിദ്ധരിച്ചതായിരിക്കും. ഒരു പക്ഷേ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും. അങ്ങനെ അതാ അവളെ കൊണ്ടുവിടുകയാണ് അവൻ. പിന്നാലെ മറ്റവനും വെച്ച് പിടിക്കുന്നു. എങ്ങനെയെങ്കിലും അവളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്നുള്ള ചിന്ത മാത്രമായിരുന്നു അവൻക്കുള്ളത്. പാതി വഴിയിൽ അതാ അവൾ ഇറങ്ങുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണെന്ന് തോന്നുന്നു. അതെ, പിന്നെ ഞാനിവിടെ ഇറങ്ങിക്കോളാം. അല്ല, ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുവിടാം. വേണ്ട, ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. ആരെങ്കിലും കണ്ടാലേ? ആര് കാണാൻ? അതെ, എന്നെ ഇവിടെ ആർക്കും അറിയില്ല. ആര് പറഞ്ഞു? അതേടി പെണ്ണേ, ഞാൻ നിൻ്റെ കെട്ടിയോണെന്നാണെന്ന് വിചാരിക്കുള്ളൂ. പിന്നെ കഴുത്തിൽ ഈ ഒരു മാലയും കൈകളിൽ വളയൊക്കെ ഇട്ട് നടക്കണേ നിങ്ങളാണോ എൻ്റെ കെട്ടിയോൺ എന്ന പേരിൽ? ഇപ്പം അതൊക്കെ ട്രെൻഡിങ് ഫാഷനല്ലേ. അതൊന്നും കുഴപ്പമില്ല. നീ ഇറങ്ങല്ലേ, നീ കയറുവണ്ണേ. ഞാൻ നിന്നെ കൊണ്ടുവിടാം. കുറച്ചുകൂടി നിൻ്റെ അടുക്കൽ അങ്ങനെ ഇരിക്കാലോ. അത് വേണ്ട കേട്ടോ, അത് വേണ്ട, എനിക്ക് പേടിയാണ്. എന്നാൽ പിന്നെ അടുത്ത പ്രാവശ്യമാക്കാം. ഇവിടെ നിന്ന് നീ എങ്ങനെ പോകുന്നത്? നടക്ക്, ഞാൻ കുറച്ചുകൂടി അങ്ങോട്ട് ആക്കിത്തരാം. കുറച്ച് വീടിൻ്റെ അപ്പുറത്തേക്ക് ഇറക്കി വിട്ടാൽ പോരെ? ബാക്കി നടന്നു പോയാൽ പോരെ? വെറുതെ എന്തിനെ നീ ടയേർഡാൻ വേണ്ടി ബസ്സിനും ഓട്ടോയ്ക്കൊക്കെ പോണത്? വേണ്ട, എനിക്ക് പേടിയാണ്. ഒരു പേടിയും പേടിക്കണ്ട, നീ കയറി വേണേ. കയറാനാണ് പറഞ്ഞത്. അവൾ ബൈക്കിൽ വീണ്ടും കയറി. അവളുടെ ഷാൾ കൊണ്ട് മുഖം ശരിക്ക് പൊത്തിപ്പിടിച്ച രീതിയിലായിരുന്നു അവൾ യാത്ര ചെയ്തിരുന്നത്. എന്തിനാ അപ്പം മുഖമൊക്കെ പൊത്തിപ്പിടിച്ചത്? ആരെങ്കിലും കണ്ടാലേ? എല്ലാവരും കാണാനുള്ളതിനാണത്. ഒരു ദിവസം നിന്നെ ഞാൻ കൊണ്ടുപോകും പെണ്ണേ, എല്ലാവരുടെയും മുമ്പിലൂടെ കൈപിടിച്ച്. എന്താ, പറ്റില്ലേ? പിന്നെ അങ്ങനെയൊന്നും ഞാൻ ആലോചിക്കുന്നില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ എൻജോയ്മെൻറ്റ്, ഇതാണ് എനിക്കിഷ്ടം. എനിക്കിഷ്ടം ഇങ്ങനെ പുറം ലോകം ചുറ്റിക്കാണാനും ബൈക്കിലിങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാനും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കാനൊക്കെയാണ്. അതെ, എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ളൂ. അല്ലാതെ നിൻ്റെ ഇഷ്ടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തൊക്കെ തന്നെയാലും നിൻ്റെ ഇഷ്ടത്തിന് ഞാൻ നിന്നു തരും. എൻ്റെ കൂടെ എൻ്റെ രാജകുമാരിയായിട്ട് നിനക്ക് ജീവിക്കാം. എന്താ, പോരെ? കൂടെ ജീവിക്കൊന്നും വേണ്ട, ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കറങ്ങാനും ഒക്കെ പോയാൽ മതി. പെണ്ണേ, എന്നാൽ അങ്ങനെ ചെയ്യാലേ? നോക്കട്ടെ. എന്ത് നോക്കട്ടെ എന്ന്? അത്രയ്ക്ക് മൊഞ്ചത്തി പെണ്ണിൻ്റെ സൗന്ദര്യം ഇങ്ങനെ ഉള്ളിൽ വെച്ച് നിൽക്കാനുള്ളതല്ല, അതൊക്കെ പുറത്ത് കാണിക്കേണ്ട പെണ്ണേ. എന്തിനെന്നെ ഇങ്ങനെ കൊതിപ്പിക്കുന്നത് ഓരോന്ന് പറഞ്ഞിട്ട്? നീ ഇത്രയ്ക്കും സുന്ദരിയല്ലേ, അതുകൊണ്ട് തന്നെ. മതി മതി മതി, ഇവിടെ എത്തിയാൽ മതി. ഇനി ആരും കൂടെ പോയിക്കോളാം. പഠിച്ചോനെ, ഇനി ആരെങ്കിലും കണ്ടാലേ. ഇവിടെ നിർത്തിയിട്ട് എന്താ?
അല്ലേ ഇവിടെ നിർത്തുകയാണെങ്കിൽ എനിക്ക് സമാധാനമാണ്, പിന്നെ ആരും കാണില്ലല്ലോ. എന്നാ ഇറങ്ങ്. അവൾ ഇറങ്ങി. എനിക്കെന്താ സമ്മാനമൊന്നുമില്ലേ പോകുമ്പോൾ? എന്ത് സമ്മാനം? അങ്ങനെ സമ്മാനമൊക്കെ പതിവുണ്ട്. അതെ, ആളുകൾ കാണൂട്ടോ, വേഗം പോയിക്കോ. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കണ്ട്. ഓക്കെ, എന്തുണ്ടെങ്കിലും വിളിക്കണം കേട്ടോ. നമ്പർ അറിയില്ലേ? സേവ് അല്ലേ? സേവാണ്. അങ്ങനെ അതാ അവൾ അവിടെ ഇറങ്ങി വീട്ടിലേക്ക് നടക്കുന്നു. രാജേഷ് തിരിച്ചു പോകുന്നു. ഇത് കണ്ടുകൊണ്ട് രാജേഷ് മറഞ്ഞു എന്ന് കണ്ടപ്പോൾ അതാ ഷെജിൽ വരുന്നു. നേരെ ബൈക്കുമായി അവളുടെ മുമ്പിൽ സ്റ്റോപ്പ് ചെയ്തു. അതെ, എന്താ എൻ്റെ മുമ്പിൽ വന്ന് ബൈക്ക് നിർത്തിയത്? സീനത്തെ, എനിക്ക് ഒരു കാര്യം പറയാണ്ടായിരുന്നു. എന്ത് കാര്യം? അത് ഒരിക്കലും നീ അപകടത്തിലേക്ക് പോകരുത്. അപകടത്തിലേക്കോ? എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതായത് നീ അവൻ്റെ കൂടെ എങ്ങോട്ടെങ്കിലും പോയിരുന്നോ? ഞാനോ? എന്തൊക്കെയാ പറയുന്നത്? ഇല്ലാത്തതൊന്നും പറയണ്ട കേട്ടോ. സത്യമായിട്ടും നീ അവൻ്റെ കൂടെ ബൈക്കിൽ പോകുന്നത് ഞാൻ കണ്ടതാണല്ലോ. അതിനെന്താ നിനക്ക്? ഞാൻ നിൻ്റെ കൂടെയും കുറേ വന്നിട്ടുണ്ടല്ലോ. അത് നിനക്കെന്താ? എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഞാൻ പോകും. അത് നീ ചോദിക്കാൻ നീ ആരാ? അത് മോളെ സീനത്തെ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയാണ്. അത് അപകടമാണ്. ഒരിക്കലും നീ അങ്ങനെ പോകാൻ പാടില്ല. ഉപദേശിക്കാൻ വന്നൊരാൾ. എനിക്കറിയാം നീ എന്തായിരുന്നെന്ന്. ഇപ്പോഴല്ലേ നീ നല്ലതായത്? നീയൊക്കെ മറന്നൂലേ? എൻ്റെ കൂടെ തന്നെ ആയിരുന്നു നീയും. ഇപ്പോൾ നിനക്ക് കിട്ടാനുള്ളത് കിട്ടിയപ്പോൾ നീ അങ്ങ്. സീനത്തെ, ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ, നീ എന്തെങ്കിലും എനിക്ക് ക്യാഷ് ചിലവായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ തിരിച്ചു തരാമെന്ന്. എനിക്ക് കുറ്റബോധം തോന്നി നിൻ്റെ ഭർത്താവിനെ കണ്ടപ്പോൾ. എന്ത് കരുതിയിട്ടാ പിന്നെ ഇട്ടൊഴിഞ്ഞു പോയതല്ല ഒരിക്കലും. നിൻ്റെ ഭർത്താവ് അദ്ദേഹം ഒരു പാവ മനുഷ്യനാണ്. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് സഹതാപം തോന്നി. സീനത്തെ, നീ ദയവായി ഇതിൽ നിന്ന് പിന്മാറണം. ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാണ്. അതായത് എൻ്റെ ഒരു പെങ്ങളെ രീതിയിലാണ് ഞാൻ നിന്നെ. പെങ്ങള്? എനിക്ക് കേട്ടൂടാ വാക്ക്. പെങ്ങള് അതാണ് ഇപ്പോൾ പറയാൻ വന്നത്? അത് സീനത്തെ, ഞാൻ പിന്നെ എന്ത് പറയണം? കുറേ കാലം കാമുകൻ എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് പെങ്ങളാണത്രേ. സീനത്തെ, എനിക്കറിയില്ലായിരുന്നു. നിൻ്റെ ഭർത്താവിനെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ നെഞ്ച് പൊട്ടിപ്പോയിടി. സത്യമായിട്ടും അദ്ദേഹം ഒരു പാവം മനുഷ്യനല്ലേ, നിഷ്കളങ്കനായൊരു ഉസ്താദ്. അദ്ദേഹത്തെ ചതിച്ചിട്ട് നിനക്ക് എന്ത് നേടാനാവും? അതിൻ്റെ കണ്ണീര് തട്ടൂല പെണ്ണ് നിനക്ക്. കണ്ണീരിൻ്റെ വില നീ അറിയും. ദയവായി നീ ഇതിൽ നിന്ന്. അതെ ഷെജിൽ, മാറ് മുന്നിൽ നിന്ന്. ഇങ്ങനെ മുന്നിൽ നിന്ന് ശല്യപ്പെടുത്താനാണോ? ഞാൻ ഇത് നാട്ടുകാരോട് വിളിച്ച് പറയും. പിന്നെ നാട്ടുകാരുടെ അടുത്ത് നിന്ന് നിനക്കായിരിക്കും തല്ല് കിട്ടുക. അത് എന്നെ വേണമെങ്കിൽ നാട്ടുകാർ തല്ലിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഞാൻ നിന്നെ ഉപദേശിക്കാൻ ഞാൻ വരില്ല. പക്ഷേ ഞാൻ ഒന്ന് പറയാണ്, അത്രക്കും നിന്നെ ഉസ്താദിന് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ പറയണത്. പാവം ആ മനുഷ്യനെ നീ ഇടങ്ങാറാക്കരുത്. ഒരിക്കലും നീ അദ്ദേഹത്തെ വിഷമിപ്പിക്കരുത്. പാവം മനുഷ്യനാണ്. കാരണം അദ്ദേഹം നല്ലൊരു സ്വാലിഹായ മനുഷ്യനാണ്. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു പോകും. മോളെ, നീ വെറുതെ ആവശ്യമില്ലാത്ത നിൽക്കണ്ട, പിന്മാറണം ഇതിൽ നിന്ന്. ഷെജിൽ, മാറ് എൻ്റെ മുമ്പിൽ നിന്ന്. എന്ത് വേണമെന്ന് എനിക്ക് തീരുമാനിക്കാം. അതെ, ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല, 18 വയസ്സ് കഴിഞ്ഞതാണ്. അതുകൊണ്ട് എനിക്ക് എന്തും തീരുമാനിക്കാം. നീ പറയുന്ന പോലെയൊന്നും എനിക്ക് ജീവിക്കാനാവില്ല. വേണമെങ്കിൽ വേറെ ആൾക്കാരെ ഉപദേശിക്കാൻ പോയിക്കോ. നീ ഒരു ഉപദേശക്കാരൻ വന്നിരിക്കുന്നു. എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട ജീവിതം കിട്ടണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിപ്പോൾ നീ തൽക്കാലം ഒഴിഞ്ഞു മാറിയല്ലോ. മതി, സന്തോഷമായി. അന്നായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന് എനിക്ക് മതിയായി. ഇതാണ് പാതി വഴിയിൽ വെച്ച് ഒഴിവാക്കി പോവുക അല്ലേ? ഈ ഒരു പരിപാടിയാണ് നിനക്കുള്ളത്. ഞാനൊരിക്കലും നിന്നെ ഇഷ്ടമല്ലായിട്ട് ഒഴിവാക്കി പോയതല്ല. നിൻ്റെ ഭാവി ഒരിക്കലും നശിപ്പിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ്. അതായത് നീയും നിൻ്റെ ഭർത്താവും സന്തോഷത്തോടു കൂടി ജീവിക്കണം, അതിനു വേണ്ടി മാത്രം. അതെ, പിന്നെ എൻ്റെ മുന്നിൽ വന്ന് നിന്നാൽ ഞാൻ ആളുകളെ വിളിച്ചു കൂട്ടും. എന്നെ ഇവൻ ശല്യപ്പെടുത്തുന്നെന്ന് പറയട്ടോ. വേണ്ടാത്തിന് നിൽക്കണ്ട, മാറി നിൽക്ക്. ഞാൻ മാറിത്തരാം സീനത്തെ. പക്ഷേ
നീ ഞാൻ നിന്നോട് സ്നേഹം കൊണ്ട് പറയണം, നീ ഒരിക്കലും അവൻ്റെ കൂടെ പോകരുത്. അവൻ ആൾ ശരിയല്ലടി, നിനക്കറിയായിട്ടാണ്. അതെ, എൻ്റെ ഏട്ടനെ കുറിച്ച് എങ്ങനെ വേണ്ടാത്ത പറഞ്ഞിട്ടുണ്ടെങ്കിലോ? നിൻ്റെ ഏട്ടനോ? അയ്യേ, എവിടെ കിടക്കുന്ന ഒരു അമുസ്ലിമായ ഒരു യുവാവ്, സ്വന്തം വീട്ടിലേക്ക് പോലും പോകാത്ത ഒരു ചെറ്റയാണോന്. ഒരിക്കലും ഓൻ്റെ കൂടെ കൂടരുത് മോളെ. കൂടിക്കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം നശിപ്പിക്കും അവന്. സ്നേഹം നടിച്ച് കൂടെ കൂട്ടും, അതുറപ്പുണ്ട്. കാരണം നിന്നെ എങ്ങനെയെങ്കിലും നമ്മളെ മതത്തിൽ നിന്ന് കൊണ്ടുപോയിട്ട് മറ്റു മതത്തിലേക്ക് കൊണ്ടുപോകും. നീ ദയവായി, കാരണം അവൻ എത്രയോ ചരിത്രങ്ങൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഒരുവിധം മുസ്ലിം പെൺകുട്ടികളെ വേട്ടയാടുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് അവൻക്ക് ഉള്ളത്. അതുകൊണ്ട് ദയവായി നീ അതിൽ നിന്ന് പിന്മാറണം. ഞാൻ നിന്നോടുള്ളൊരു ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് പറയാണ്. അതെ, ഈ വക സംസാരമായിട്ട് വരാനാണ് എൻ്റെ മുമ്പിലേക്ക് വരുന്നതെങ്കിൽ ഒരിക്കലും ഇനി നീ എന്നെ കാണുന്നേ വേണ്ട, വരുന്നേ വേണ്ട. എന്നോട് പോരാ ഇങ്ങോട്ട് എഴുന്നള്ളാൻ പറഞ്ഞത്. അപ്പോൾ അതിനോനത് കണ്ടുപിടിച്ച് ജീവിതത്തിലൊരു സന്തോഷ സുഖം ഓൻ്റെ പാതി വഴിയിലിട്ടിട്ട് പോയിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എൻ്റെ ഭർത്താവ് പാവാണ്, അങ്ങനെയൊക്കെ. അങ്ങനെയാണോ യഥാർത്ഥ സ്നേഹം? വെറും വഞ്ചനയായിരുന്നില്ലേ നിൻ്റെ സ്നേഹം? നീ എന്നെ ചതിക്കായിരുന്നു, വഞ്ചിക്കായിരുന്നു. പാതി വഴിയിൽ അങ്ങോട്ട് ഉപേക്ഷിച്ചു. എൻ്റെ ഭർത്താവിനെ കണ്ടതോടുകൂടെ അവന് മനസ്സിക്ക് വേദന വന്നു, വിഷമം വന്നു, ഇടങ്ങാറ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നൈസായിട്ട് എന്നെ ബ്ലോക്കും ചെയ്തു അല്ലേ? അതല്ല നീ ആള്? ഞാൻ നിന്നോട് പറഞ്ഞതാണ്, എനിക്കൊരിക്കലും സഹിക്കാൻ കഴിയാത്തൊരു വലിയ തെറ്റാണ് ഞാൻ ചെയ്തത്. ഞാൻ അദ്ദേഹത്തോട് മാപ്പ് പറയുകയും ചെയ്തു. ഇപ്പോൾ നീ ചെയ്യുന്നത് തികച്ചും ചെറ്റത്തരം എന്നല്ല, നിനക്ക് നിൻ്റെ ജീവിതത്തിൽ ഭയങ്കര നഷ്ടം ഉണ്ടാക്കുന്ന സംഭവമാണ് കേട്ടോ. ദയവായി നീ ഇതിൽ നിന്ന് പിന്മാറണം, എൻ്റെ അപേക്ഷയാണ്. ഞാൻ ഒരിക്കലും നിന്നെ കുറ്റപ്പെടുത്തുകയല്ല, ഞാനുള്ള കാര്യം ഞാൻ പറയാണ്. കാരണം അവൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നിൻ്റെ ഭാവി നശിച്ചു പോകും മോളെ. എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കെൻ്റെ സന്തോഷം വലുത്. ഭാവി നശിക്കുമ്പോൾ അപ്പോഴല്ലേ, അപ്പം അങ്ങനെ ജീവിക്കണം. അല്ല അപ്പം എന്താ ഇങ്ങനെ ഭാവി നശിക്കും, ജീവിതം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനാൻ്റെ ഇഷ്ടം സുഖങ്ങളൊക്കെ ഒഴിവാക്കി ഇവിടെ ഇങ്ങനെ ഈ വീടിനകത്ത് അടച്ചിട്ടിരിക്കണം എന്നാണോ നിങ്ങളീ പറയുന്നത്? ഒന്ന് പോയി തരുമോ കൺമുമ്പിൽ നിന്ന്? അവൻ്റെ ഒരു ഉപദേശം. അവനെ അത്രക്കും വേണ്ടാത്ത രീതിയിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് നടക്കുന്നു. ഉമ്മ കോലായിൽ തന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മോളെ, എന്തിപ്പോൾ നേരം വൈകിയത്? കുറച്ച് സമയമായല്ലോ. എന്നും 2 മണിയാകുമ്പോഴത്തേനും ഇവിടെ എത്തണാണല്ലോ. അതെ, എപ്പോഴും ബസ്സും ഓട്ടോറിക്ഷയും അങ്ങോട്ട് കിട്ടൂല. അതൊക്കെ കിട്ടിയിട്ട് വേണം. സ്വന്തം വണ്ടിയൊന്നുമില്ലല്ലോ എനിക്ക്. സ്വന്തം വണ്ടി ഉണ്ടെങ്കിലല്ലേ ഓടിച്ച് പോകുന്നതിനൊക്കെ പറ്റുക. ഇത് ബസ്സിന് കാത്തു ചിലപ്പോൾ ബസ് ഉണ്ടാവില്ല, ഓട്ടോറിക്ഷ കിട്ടും. ഓട്ടോറിക്ഷക്കാണെങ്കിൽ കുറേ പൈസയും കൊടുക്കണം. അപ്പോൾ 1-2 ബസ്സൊന്നും ഇല്ല. പിന്നെ അവിടെ നിന്നു. അല്ല അപ്പോൾ എന്താ കാട്ടണേ? മോളെ, ഇത് ഓൺലൈനായിട്ട് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റൂലേ? അങ്ങനെ പോയിട്ട് തന്നെ പഠിക്കണം. ഓൺലൈനായിട്ട് പഠിച്ചാൽ ഒരു കുന്തും പഠിയില്ല. ഞാൻ ഇപ്പോൾ ഡിഗ്രിയൊക്കെ അങ്ങനെ പഠിക്കുന്നുണ്ടല്ലോ, എവിടെ കുറേ നേരം ഇടങ്ങാറായി നമ്മൾ ക്ലാസ് കേട്ടിരിക്കണം. എപ്പോഴും ഓഫ്ലൈനാണ് നല്ലത്. ഓഫ്ലൈൻ ആകുമ്പോൾ അധ്യാപകരെ മുമ്പൊന്ന് പഠിക്കാം. മോളെ, നേരെ വൈകുമ്പോൾ ബേജാറാണേ. കാരണം ഞാൻ വിചാരിക്കും ഷെഫിയായിട്ട് വിളിച്ചാൽ എന്താ റബ്ബേ ഞാൻ പറയാന്ന്. മോളെ, നാളെ മുതൽ നേരത്തെ വരാൻ നോക്കാം കേട്ടോ. നോക്കട്ടെ, ബസ് ഇട്ടാണെങ്കിൽ വരും, അതിനനുസരിച്ച്. പിന്നെ എന്തേ? അത് ഞങ്ങളോട് സാറ് പറഞ്ഞു ചിലപ്പോൾ ഉച്ചൻ്റെ ശേഷം ക്ലാസ് ഉണ്ടാവും, ചിലപ്പോൾ വൈകുന്നേരം ഒക്കെ വിടുള്ളൂ എന്ന് പറഞ്ഞിനോ. ഉറപ്പായിട്ടില്ല, അതങ്ങനെ ഉള്ള ദിവസം ഞാൻ പറയണ്ട്. മോളെ, നോക്കി കണ്ടൊക്കെ പോയിക്കോണ്ടി. കാരണം ചൂന്ന് പറഞ്ഞാലും ചുണ്ടങ്ങാന്ന് പറയാൻ ആൾക്കാരുണ്ടാവും. അതുമാത്രമല്ല, ഗൾഫുകാരെ ഭാര്യമാരും അല്ലേ, അങ്ങനെ നടക്കുമ്പോൾ ആൾക്കാർക്ക് അധികം ഒരു പറച്ചിലേക്കാരം. ഗൾഫുകാരൻ്റെ ഭാര്യ കണ്ടാലും മതി. അവൾ അപ്പോൾ തന്നെ റൂമിലേക്ക് കയറി വാതിലടച്ചു. ഉമ്മ പറഞ്ഞു, ഇനിയിപ്പോൾ അവളൊക്കെ ആക്കണ്ട. ഫോണെടുത്ത് അവൾ നേരെ കാമുകന് മെസ്സേജ് അയക്കുകയാണ്. ഹലോ ബേബി, അതെ ഞാനിവിടെ എത്തിട്ടോ. എത്തിയോ? വീട്ടിലേക്ക് വിടാമെന്ന് പറഞ്ഞിട്ട് നിനക്ക് അത്ര പേടി? അല്ല, എന്നാലും അതുവരെ എത്തിച്ചെന്നില്ലേ. എനിക്ക് കുറച്ചുകൂടെയൊക്കെ അല്ലേ, ഇവിടുത്തെ അയൽവാസികളൊക്കെ കണ്ടു കഴിഞ്ഞാലേ. പിന്നെ അയൽവാസികൾ, നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ വിചാരിച്ചിരിക്കണമെങ്കിൽ ജീവിക്കുക തന്നെ ചെയ്യും. അതിപ്പോൾ അയൽവാസികളല്ല, നാട്ടുകാരല്ല, വീട്ടുകാരായാലും എതിർത്താൽ ഞാൻ കൊണ്ടുപോകും നിന്നെ. എന്താ
ഓ പിന്നെ ഇപ്പം തന്നെ ഓരോന്ന് പറഞ്ഞ് കൊതിപ്പിക്കല്ലേ കേട്ടോ. എന്നാൽ ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് വിളിക്കാം കേട്ടോ. അവൾ ഒരു നിമിഷം വിചാരിച്ചു, ഇവിടെ ആണെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂം എല്ലായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, പുറത്തേക്ക് ഇറങ്ങി പോകണം. അവൾ ഡ്രസ്സെല്ലാം എടുത്ത് പുറത്തേക്ക് കുളിക്കുവാൻ വേണ്ടി പോകുകയാണ്. മോളെ ചായ ചായ കുടിക്കുക, വന്നിട്ട് കുടിക്കുക, ചായ ഉണ്ടാക്കി വെച്ചോളി. മരുമകൾ കുളിച്ചു വരുമ്പോഴേക്കും ഉമ്മ ചായ ഉണ്ടാക്കി വെച്ചു. അവൾ കുളി കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോവുകയാണ്. മോളെ ഇത് ചായ ചൂടാറും. ഒന്നുകൂടെ ചൂടായിക്കളെ, ഞാൻ ഇപ്പോൾ വരാം. പഠിച്ചോനെ ഇനിയിപ്പോൾ ചൂടാക്ക്, ഇനി വരുമ്പോൾ ചൂടാക്കുക, അല്ലാതെ ഇപ്പോൾ എന്താ ഇതിങ്ങനെ വെറുതെ തിളപ്പിച്ചിട്ട് കാര്യം. ചായ കുടിക്കാൻ മരുമകൾ വന്നില്ല. ഉമ്മ കാത്തിരുന്നു. ഉമ്മ അത് മൂടി വെച്ചു. റബ്ബേ, ഓള് വന്നിട്ട് കുടിച്ചോളും. ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ട് ഉമ്മ സിറ്റ് ഔട്ടിൽ ഇരുന്നു. തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഓർത്തു. എൻ്റെ ഷെഫി, എൻ്റെ കുട്ടി എവിടെയാവോ, എൻ്റെ പൊന്നുമോന്. മോളെ സീനത്തെ, വീണ്ടും ഉമ്മയുടെ വിളി. ഞാനത് വരണേ, ഞാൻ കുടിച്ചോളാം, നിങ്ങളിങ്ങനെ. എവിടെ ചായ? ഇതെന്തുമ്മ കടിയൊന്നുമില്ലേ? നിങ്ങൾ കുറച്ച് ഉണ്ണിയപ്പൊക്കെ ചുട്ടച്ചൂടെ? ഉണ്ണിയപ്പോ പഴംപൊരൊക്കെ. മോളെ അത് ശർക്കര ഒന്നും ഇല്ലേനോ, അപ്പോൾ പിന്നെ ശർക്കര എന്താ കൊണ്ടുവച്ചൂടെ? അതിനും വേണ്ട മോളെ, ഇനിയിപ്പോൾ ആരെങ്കിലും ഡെലിവറി ബോയ് ഒക്കെ വേണല്ലമ്മ. അല്ലെങ്കിൽ നമ്മളെ വീട്ടിലത്തെ സാധനങ്ങൾ കൊണ്ടുവരാൻ ഒരാളെ ഏൽപ്പിച്ചാൽ നല്ല സുഖമായിരുന്നു. അതിനൊക്കെ മോളെ ആരെ കിട്ടണേ? പിന്നെ ഡെലിവറി ബോയ് എന്നൊക്കെ പറഞ്ഞ ഓല് നമ്മളങ്ങനെ ഓർഡറൊക്കെ ചെയ്ത സാധനങ്ങളല്ലേ. അതൊന്നല്ലമ്മ, വിളിച്ച് പറഞ്ഞാൽ തന്നെ സാധനങ്ങൾ കൊടുത്ത് തന്നെ ആൾക്കാരൊക്കെ ഉണ്ടാവും. ഞാൻ നോക്കട്ടെ, നമ്പറൊക്കെ ഒന്ന് സംഘടിപ്പിച്ചിട്ടേ, എന്നാൽ നമ്മളെ ആവശ്യത്തിന് വിളിച്ചാൽ കിട്ടുമല്ലോ. എങ്ങനെയെങ്കിലും രാജേഷിനെ അങ്ങോട്ട് കൊണ്ടുവരണം, അതായിരുന്നു അവളുടെ പ്ലാനിങ്. മോളെ അതൊന്നും വേണ്ടടി, കാരണം അതൊക്കെ എന്ന് വെച്ചാലേ അപകടം ഇക്കാരം. എന്തപകടം? സാധനം കിട്ടും വേണം, ആൾക്കാരോട് പറയാനും പാടില്ല. ആനപ്പുറത്ത് പോവും വേണം, ആൾക്കാർ കാണാനും പാടില്ലെന്ന് പറഞ്ഞ പോരാണല്ലോ ഇപ്പോൾ നിങ്ങളെ അവസ്ഥ. അതല്ലടി, അതേ ഇനിയിപ്പോൾ ഷെഫിക്കൊക്കെ അതറിയുമ്പോൾ നമ്മളിവിടുത്തെ പീടിയിലുണ്ടല്ലോ അത്യാവശ്യ സാധനങ്ങളൊക്കെ പോയി വാങ്ങാനാ, ചെറിയ പീടിയിൽ അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഉമ്മ അവിടുത്തെ പഴയ സാധനങ്ങളേക്കാരം വേണമെന്നുണ്ടെങ്കിൽ ടൗണിൽ നിന്നൊക്കെ കൊണ്ടിരിക്കണമെങ്കിലേ നമുക്കതിനുള്ള കൂലി കൊടുത്താൽ പോരെ. ഷെഫിക്ക് പിന്നെ പൈസ ഒക്കെ ഇഷ്ടം പോലെ അയക്കും, ആ കാര്യത്തിലൊന്നും പ്രശ്നമില്ലല്ലോ. മോളെ എന്ന് കരുതിയിട്ട് നമ്മൾ വെറുതെ ദൂർത്തൊന്നല്ലല്ലത്, അതൊക്കെ കാര്യമുള്ള തന്നെയല്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ. എന്താ ഇമ്മ ചായയിൽ മധുരമൊന്നുമില്ലേ? എന്നത് പാൽപ്പൊടിയോ പാലോ തേച്ചത്? അത് മോളെ പാൽപ്പൊടിയായിരുന്നു, മോൻ കൊണ്ടുവന്നേ. നിങ്ങൾക്കറിയില്ല എനിക്ക് പാൽപ്പൊടി അങ്ങനെ തന്നെ ഇഷ്ടമില്ലെന്ന്. പാൽപ്പൊടി നല്ല ആദ്യം വെള്ളത്തിൽ നല്ല കാച്ചുക, അതായത് കുറച്ച് കൂടുതൽ പാൽപ്പൊടി ഇട്ടിട്ട് തിളപ്പിക്കണം, കുറച്ചൊരു ഗ്ലാസ് വെള്ളം. എന്നിട്ട് അത് തിളച്ച് വരുമ്പോഴല്ലേ അതിക്ക് ചായപ്പൊടി ഏലക്കായൊക്കെ ഇടേണ്ടത്. ഇത് ഉമ്മ എന്താ കാട്ടിക്കണേ, കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് പാൽപ്പൊടി ഇട്ട് വെച്ചേക്ക്, അതിന് ടേസ്റ്റ് കുറവ്. ഇങ്ങനെ കാട്ടരുത് കേട്ടോ. മോളെ മോൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കി കുടിച്ചോ. ഞാൻ ഇപ്പോൾ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് എൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ ഉണ്ടാക്കി കുടിക്കല്ലേ, പിന്നെ ഇപ്പോൾ എന്തിനാ ഞങ്ങളിവിടെ? അത് കേട്ടപ്പോൾ ഉമ്മക്ക് വിഷമായി. മോളെ, ഉമ്മ കൂടെ അവളെ മോളെ എന്ന് വിളിച്ചു തന്നെ അങ്ങോട്ട് വഷളാക്കിയിരിക്കുന്നു. ഒരു ദിവസം ഷെഫി ഉസ്താദ് പറഞ്ഞതാണ് ഈ കാര്യം. ഉമ്മ എപ്പോഴും മോളെ തന്നെ ഇങ്ങനെ വിളിച്ച് തലയിൽ വെക്കാൻ നിൽക്കണ്ട. അങ്ങനെ ഉള്ളവർക്ക് കുറച്ച് അഹങ്കാരം കൂടും, അഹംഭാവം കൂടും. നമ്മൾ ലിമിറ്റിൽ നിൽക്കുക, കൂടുതലായിട്ട് മോളെ എന്ന് വിളിക്കാൻ നിൽക്കണ്ട. മോനെ അതങ്ങടാ തൊള്ളിയിൽ വരും, അതാരും അങ്ങനെ തന്നെ ഓളായിട്ടല്ല, എല്ലാവരും മോളേന്ന് വിളിക്കും, മോനേന്ന് വിളിക്കും, അതങ്ങനെ അങ്ങോട്ട് ആയിപ്പോയി. ഉമ്മ ഓളെ വിളിക്കുന്ന കാര്യത്തിൽ കുറച്ച് ലിമിറ്റ് ഉണ്ടാകുന്നത് നല്ലതാണ്. അവൾ തലയിലേക്ക് കയറുമെന്ന് മാത്രമല്ല, അവൾ പിന്നെ നമ്മളങ്ങോട്ട് ഭരിക്കൽ തുടങ്ങും. പറയുന്ന പോലെ തന്നെ, എൻ്റെ മോൻ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ തന്നെ. പക്ഷേ മോളെ എന്ന് വിളിക്കാതിരിക്കാൻ എനിക്ക് കഴിയണില്ല. മോളെ ചായ കുടിച്ചോ? വേണ്ട, എനിക്ക് ചായ വേണ്ട, ഇങ്ങനത്തെ ചായ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. നാളെ നല്ലോണം പാൽപ്പൊടി ആണെങ്കിലും പാലാണെങ്കിലും തിളപ്പിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം ചായപ്പൊടി ഇടുക, അപ്പോൾ ഓക്കെ ആവും. ആയിക്കോട്ടെ. അതാ ഫോണ് വെല്ലടിക്കണേ. ആരാ? മോനാണല്ലോ. മോനെ ഷെഫി, അസ്സലാം വലൈക്കും. ഉമ്മ വലൈക്കും അസ്സലാം വറഹമത്തുള്ള. ഉമ്മ എന്താ പരിപാടി, ചായ കുടിച്ചോ? സീനത്ത് ഇവിടെ?
വന്ന് ചായ കുടിക്കുകയാണ്. ഇപ്പോഴോ? അപ്പോൾ അവൾ ഉച്ചക്കല്ല വരേണ്ടത്. ഇന്ന് അവൾക്ക് എന്താ ക്ലാസ് ഉണ്ടായിരുന്നോ അതോ വണ്ടി കിട്ടിയെന്നൊക്കെ പറഞ്ഞത്. സീനത്തിനടുത്ത് ഫോൺ കൊടുക്ക്. എന്താ അവൾ ഫ്ലൈറ്റ് മോഡിലൊക്കെ ഇട്ടിരിക്കുന്നതാണ്, ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആണല്ലോ. മോളെ ഇന്ന ഫോണ്. ആരാ? ഷെഫിക്കയോ? ഞാൻ ഇപ്പോൾ വിളിക്കാം, ഞാൻ തിരിച്ച് വിളിച്ചോളാം. എൻ്റെ ഫോണ് ചാർജ് കഴിഞ്ഞിട്ടേ അത് ഓഫായി കിടക്കുകയാണ്, അതാണ്. മോനെ വിളിക്കാമെന്ന് പറഞ്ഞു കേട്ടോ മോനെ. ഓള് ഫോണിൽ ചാർജ് കഴിഞ്ഞിരിക്കണ പറഞ്ഞു. ചാർജ് കഴിയാൻ ഇതിപ്പോൾ എന്താ കുത്തിവെക്കാൻ, എന്താ ഓൾക്ക് ടൈമില്ലേ? എന്താ മോനെ ദേഷ്യപ്പെടണ്ട, ഓള് വിളിച്ചോളും. എന്തൊക്കെ നിങ്ങൾ വർത്താനം? മക സുഖല്ലേ? ആ മോനെ അൽഹംദുലില്ലാ സുഖം തന്നെയാണ്. ഷെഫി ഉസ്താദ് സീനത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഛേ, എന്താ ഇവിടുത്തെ ഫോൺ ഓണാക്കാത്തത്? എന്ത് കാര്യത്തിന് വേണ്ടി ഇവിടെ സ്വിച്ച് ഓഫ് ആക്കിയിട്ടത് എനിക്കറിയുന്നില്ല. ഷെഫി ഉസ്താദ് ഫോൺ വിളി നിർത്തി. അവൾ വിളിക്കട്ടെ, അവളുടെ തിരക്കായി കഴിഞ്ഞിട്ട്. എത്ര സമയമായി ഞാൻ വിളിക്കുന്നു, എപ്പോഴൊന്ന് സ്വിച്ച് ഓഫ് ആണല്ലോ. എപ്പോൾ തുടങ്ങിയതാണ് ഇത്രയും ടൈം കുത്തിവെക്കാതെ നിൽക്കുക? എനിക്കറിയുന്നില്ല. എന്തൊക്കെ തന്നെയാലും ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ അത് വല്ലാത്തൊരു വേദനയായി, അത് വല്ലാത്തൊരു വിഷമായി. എന്താ റബ്ബേ ഇവളിങ്ങനെ ഇന്ന് നന്നാവും നാളെ നന്നാവും എന്ന് കരുതി നിൽക്കുമ്പോൾ ഇവൾ ദിവസം തോറും ഇത് മോശമായി വരികയാണല്ലോ. റബ്ബേ പഠിച്ചോനെ, ഹൈറാണെങ്കിൽ ജീവിച്ചോട്ടെ, ഷർറാണെങ്കിൽ ഒന്നങ്ങോട്ട് ഒഴിച്ച് വിട്ട് കൊണ്ടല്ല കഴിയണില്ല. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.